സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നുള്ളതാണ്. ഇതാണൊരു വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കേസിൻ്റെ ഒക്കെ ഇത്രയേ ഉള്ളൂ. അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ ആസ്ഥാനം എല്ലാം തകർക്കപ്പെട്ടു. ഈ മുസ്ലിം തീവ്രവാദികളുടെ അക്രമത്തിലൊക്കെ അദ്ദേഹത്തിന്റെ വിശ്വാസികളെല്ലാം കൊല്ലപ്പെട്ടു, ആടുകളെല്ലാം കൊല്ലപ്പെട്ടു. അദ്ദേഹം ഇന്ന് പലായനം ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. അപ്പം അതിനെ ഒരു മെത്രാപ്പൊലീത്ത വളരെ പരിഹസിച്ച് എന്തിരുന്നിട്ടാ അവിടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പം ഭൗതിക സമ്പത്താണ്, ഭൗതിക സമ്പത്ത് ടോട്ടലി നഷ്ടപ്പെട്ട് വിശ്വാസികളും എല്ലാം നഷ്ടപ്പെട്ട ഒരു ഇടയനാണ് അന്ത്യോക്യൻ പാത്രിയർക്കീസ്. വലിയ കാര്യമായിട്ടുള്ള സമ്പത്തുക്കളൊന്നുമില്ല, പലായനം ചെയ്യപ്പെടുകയാണ്. അവരുടെ ആസ്ഥാനങ്ങളെല്ലാം തകർക്കപ്പെട്ടു, അവരുടെ ഗ്രന്ഥസമുച്ചയങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു, തീ വെച്ച് കളഞ്ഞു. അപ്പം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചു. അങ്ങനെയുള്ളൊരു ചർച്ച, എക്സ്റ്റിങ്ഷന്റെ വക്കൽ നിൽക്കുന്ന ചർച്ചാണ് അന്ത്യോക്യൻ ചർച്ച്. അപ്പം അതുകൊണ്ട് പണമില്ല, പ്രതാപമില്ല, വലിയ സ്വാധീനങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രധാനമായും പാത്രിയർക്കീസിനെ അംഗീകരിക്കാത്തത്. പാത്രിയർക്കീസിനെ അംഗീകരിക്കുന്നു എന്ന് കേരളത്തിൽ പാത്രിയർക്ക വിഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ പാത്രിയർക്ക വിഭാഗമായിട്ട് നിൽക്കുന്ന ആ കൂട്ടരും യഥാർത്ഥത്തിൽ പാത്രിയർക്കീസിനെ അംഗീകരിക്കുന്നില്ലെന്നുള്ള വസ്തുത. കാരണം അവർക്കും പണമില്ലാത്തത് കൊണ്ടും സമ്പത്തുകളില്ലാത്തതുകൊണ്ടും അവർക്കും വലിയ വിലയില്ല. ഇതാണ് ഒരു വസ്തുതയാണ്. നമ്മൾ ഈ പ്രായമുള്ളവരെ വൃദ്ധസദനത്തിലൊക്കെ തള്ളുന്നു പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംസ്കാരമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ 2000 വർഷമായിട്ടുള്ള ആ ബന്ധത്തെ അവർ രണ്ടു കൂട്ടരും ഒരുപോലെ തള്ളിക്കളയുന്നത്. ഞാൻ സംസ്കൃതിക്ക് വെറും ഒരു പാരമ്പര്യത്തിന് ഇതിന് മാത്രം വില, പക്ഷേ ആ പാരമ്പര്യത്തിനാണ് അത്രയും വിലയുള്ളത്. ആ പാരമ്പര്യത്തിൻ്റെ വിലയാണത്. കാരണം അവരുടെ സകല പ്രാർത്ഥനകളും യാമപ്രാർത്ഥനകളും ഒരു വർഷത്തെ മുഴുവൻ ക്രമങ്ങളും ഇതൊന്നും ഒരു മലയാളി ഉണ്ടാക്കിയതല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ആ ചർച്ച് ട്രൂലി ദാറ്റ് ബിലോങ്സ് ടു ആന്റിയോക്ക്. അപ്പോൾ ആന്റിയോക്ക് ചർച്ചിൻ്റെ കീഴിലാണ്. പിന്നെ